ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട 10 ലക്ഷണങ്ങളെ പറ്റിയാണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ റെഗുലേഷന് സഹായിക്കുന്ന ഒരു ഘടകമാണിത്. പ്രധാനമായിട്ടും ബോൺസ്, ടീത്ത്, അതേപോലെ മസിൽസ് എന്നിവയുടെയൊക്കെ നിർമ്മിതിക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. 90 മുതൽ 95% വരെയും സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ബാക്കി ശതമാനം നമ്മുടെ ഫുഡ്സ്, അതേപോലെ സപ്ലിമെൻറ്റ് എന്നിവയുടെ ശരീരത്തിൽ ലഭിക്കുന്നു. എന്നാൽ നിലവിൽ പല ആൾക്കാരിലും ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത്തരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഫറ്റീഗ് അഥവാ ക്ഷീണമാണ്. ശരീരത്തിന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ലക്ഷണം ബോൺ പെയിനാണ്. അത് കൈകാലുകളിലൊക്കെ എല്ലുകൾക്ക് വേദന അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മൂന്നാമത്തെ ലക്ഷണം മസിൽ വീക്ക്നെസ് ആണ്. അതായത് മസിൽസുകൾ, കൈകാലുകളിലെ മസിൽസുകൾ, ബോഡി മസിൽസിനൊക്കെ തളർച്ച അനുഭവപ്പെടുന്നു. നാലാമത്തെ ലക്ഷണം മൂഡ് ചേഞ്ചസ് ആണ്. അത് നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ, വിഷാദം ഉണ്ടാകുന്നു. ആറാമത്തെ ലക്ഷണം ഹെയർ ലോസസ് ആണ്. അതായത് മുടി കൊഴിച്ചിൽ, ധാരാളമായിട്ട് മുടി കൊഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഏഴാമത്തെ ലക്ഷണം വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. എട്ടാമത്തെ ലക്ഷണം ഡിഫിക്കൽറ്റി ടു കോൺസെൻട്രേറ്റിംഗ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഒമ്പതാമത്തെ ലക്ഷണം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്. ശരിയായിട്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. പത്താമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ ആണ്. അതായത് ശരീരത്തിൽ കൂടുതലായിട്ട് മറ്റ് ഇൻഫെക്ഷനൊക്കെ പിടിപെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.